റെന പാത്തിമയെ പറ്റി ഞാനൊരു വീഡിയോ ആദ്യമേ ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പെൺപുലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തു. കാരണം അനീഷുമായിട്ടുള്ളൊരു രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും കണ്ടുമാണ് അന്ന് നമ്മൾ പറഞ്ഞ മികച്ച ഒരു മത്സരാർത്ഥിയായിട്ട് റെനയെ കാണുന്നു. 19 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അങ്ങനെ റെന നല്ലൊരു മികച്ചൊരു മത്സരാർത്ഥിയാണ്, അവിടുത്തെ ഒരു പെൺപുലിയാണ്, ഫൈനൽ 5 വരെ പ്രതീക്ഷിക്കാവുന്ന മത്സരാർത്ഥിയാണെന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ചെയ്തു. സത്യം പറഞ്ഞാൽ ഇപ്പം റെനയുടെ പ്രകടനം കണ്ടിട്ടുണ്ടല്ലോ, വളരെ മോശം എന്ന് പറയാനേ പറ്റത്തുള്ളൂ. റെന ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളെ ജിഫേൽ എന്ന് പറയുന്ന മത്സരാർത്ഥികളുടെ നിഴലായി മാറുന്ന റെനയാണ് ഇപ്പം കാണുന്നത്. കാരണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി ഇങ്ങനെ നിഴലായിട്ട് നടക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് എനിക്കറിയില്ല. കൃത്യമായിട്ട് ടാലൻ്റുള്ളൊരു വ്യക്തിയാണ്. എനിക്ക് തോന്നുന്നു റെന വിചാരിച്ചിരിക്കുന്ന പുറത്ത് ജിഫേലിന് ഭയങ്കര സപ്പോർട്ടാണ് എന്ന് വിചാരിച്ച് അതിൽ കൂടെ കയറി പറ്റാൻ വേണ്ടി ശ്രമിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. രാത്രിയിൽ വളരെ വൈകിയും ജിഫേലിനോടൊപ്പം നടക്കുന്നു. ജിഫേലും അനുവായിട്ടുള്ള പ്രശ്നം നമുക്കറിയാമല്ലോ. അപ്പോൾ അനുവിനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ ജിഫേലിനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജിഫേലിനെ ചിരിപ്പിക്കുക, ജിഫേലിൻ്റെ പ്രീതി സമ്പാദിക്കാൻ വേണ്ടി പണ്ട് ഈ രാജാക്കന്മാരുടെ കൂടെ വിദൂഷക വേഷം കെട്ടി നടക്കുന്ന ഒരു വ്യക്തിയെ പോലെ നമ്മുടെ റെനയെ തോന്നുന്നു. അതുപോലെ രാവിലെ തന്നെ കാല് തിരുമ്മി കൊടുക്കുന്നു, കാലുകൾ മസാജ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ജിഫേൽ ഇങ്ങനെ രാജാവിനെ പോലെ കാലിങ്ങനെ പൊക്കി വെച്ചിട്ടുണ്ട്. അതിന് താഴെ ഇരുന്ന് ഇങ്ങനെ റെന ഇങ്ങനെ കാല് തിരുമ്മി കൊടുക്കുന്നു. അപ്പം ഇവിടെ അടുക്കള ഭാഗത്ത് ഭയങ്കര വഴക്ക് നടക്കുന്നുണ്ട് നെവിനും അക്ബറും തമ്മി. അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ ആ സമയത്ത് ഈ കാലേന്ന് പിടിവിട്ടിട്ടില്ല എന്നുള്ളതാണ് റെനയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു രീതിയാണ്. കാരണം ഇവിടുത്തെ മത്സരാർത്ഥികളെല്ലാം തുല്യരാണ്, എല്ലാവരും സമന്മാരാണെന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം സ്വന്തമായിട്ട് കളിച്ച് ജയിക്കുക എന്നൊക്കെ ചിന്തിക്കുന്നതിന് പകരം മറ്റൊരാളോടൊപ്പം ഇങ്ങനെ ഗെയിം കളിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുറത്തെന്തൊക്കെയോ വലിയ സംഭവമാണ് ജിഫേൽ എന്നാണ് റെന ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ കൂടെ കയറി എനിക്കും ഏതെങ്കിലുമൊക്കെ കുറച്ച് നാൾ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏറ്റവും നല്ലത് എന്ന് കരുതിയാണോ എന്നറിയില്ല. ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെനയെ സംബന്ധിച്ച് ഭയങ്കര ടാലൻ്റുള്ള കുട്ടിയാണ്. ഒറ്റയ്ക്ക് നിന്നാൽ കപ്പ് നേടാൻ പറ്റിയ ഒരു മത്സരാർത്ഥി തന്നെയാണ്. അപ്പം അത് അനീഷുമായിട്ടുള്ള അന്നത്തെ പ്രകടനം കണ്ടപ്പം തന്നെ നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് ആകപ്പാടെ എൻ്റെ ഗെയിം മൊത്തം കളഞ്ഞു കുളിക്കുന്ന റെനയാണ് കുറച്ച് നാളായിട്ട് കാണുന്നത്. റെനയെ അവിടെ കാണാനേ ഇല്ല, കണ്ടുപിടിക്കാൻ പോലും ഇല്ല, പൊടി പോലും എന്ന അവസ്ഥയാണ്. ഏതെങ്കിലും കാരണവശാലുണ്ടെങ്കിൽ ജിഫേലിൻ്റെ കൂടെ എവിടെയെങ്കിലും പാത്ത് അവിടെ ഇരിക്കും, ജിഫേലിന് നേരിൽ പറ്റി.